ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഷൊർണൂർ ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തികൾ തകർന്നു വീണു. കൊച്ചിൻ പാലത്തിന് സമീപത്ത് ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് സംരക്ഷണ ഭിത്തി തകർന്നു വീണത്. ഇതോടെ പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തി. BJP സംസ്ഥാന വക്താവ് ശങ്കുട്ടി ദാസ് സ്ഥലം സന്ദർശിച്ച് അഴിമതി ആരോപണം ഉന്നയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ 20 കോടി രൂപയുടെ ഫണ്ടിൽ ഭാരതപ്പുഴയുടെ സൗന്ദര്യവൽക്കരണത്തിന് തുടങ്ങിയിട്ടുള്ള പ്രോജക്റ്റാണിത്. ഇതിന്റെ ആദ്യ ഗഡുവായിട്ടുള്ള 5 കോടി രൂപ കഴിഞ്ഞ വർഷം മാർച്ചിൽ പാസ്സായതാണ്. 5 കോടി രൂപയ്ക്ക് ഇവിടെയുള്ള തടയണ നിർമ്മാണമാണ് പ്രോജക്റ്റായിട്ട് NITയുടെ അംഗീകാരത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള പ്രോജക്റ്റാണിത്. എന്നാൽ തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും അഴിമതി കൊണ്ടും ആ മുഴുവൻ പൈസയും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ മഴ വരാറായിരിക്കുന്നു, ഇതുവരെയായിട്ടും ഈ തടയണയുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. നിർമ്മിച്ചത് തന്നെ വളരെ ദുർബലമായിട്ടും അശാസ്ത്രീയമായിട്ടും ആയതുകൊണ്ട് പലയിടങ്ങളിലും തടയണ ഇതിനോടകം തന്നെ തകർന്നു വീണ് കഴിഞ്ഞു. സംരക്ഷണ ഭിത്തി നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിയിരുന്നു. പിന്നീട് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചെങ്കിലും മഴക്കാലത്തെ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കൊച്ചിൻ പാലത്തിന് താഴെയാണ് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെ പല ഭാഗങ്ങളിലും തകർന്നിരിക്കുന്നത്. റെയിൽവേ പാലം മുതൽ കൊച്ചിൻ പാലം വരെ 550 മീറ്റർ നീളത്തിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക. ഇതിൽ ശ്മശാനത്തിന് മുൻവശത്ത് പാതയോരം ഇടിഞ്ഞു വീണ നിലയിലാണ്. ഈ ഭാഗത്ത് മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് വീണിരുന്നു. നിർമ്മാണ പ്രവൃത്തികൾ പലയിടത്തും കാര്യക്ഷമമല്ലെന്നും ഇത് പരിഹരിക്കാൻ കരാറുകാരനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.